ഇപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ രാജു, ഇടതുമുന്നണിയുടെ പ്രതിഷേധം ഇടുക്കിയിൽ നടക്കുകയാണ്, ഹർത്താൽ ആചരിക്കുകയാണ്. പക്ഷേ ഈ പ്രതിഷേധം വകവയ്ക്കാതെ തന്നെ ഗവർണർ അവിടെ എത്തിച്ചേരും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വിളിച്ച ചടങ്ങിൽ പങ്കെടുക്കും. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കർശനമായി തന്നെ അവിടെ പാലിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ അറിയാൻ സാധിക്കുന്നത്? ഹലോ ശ്രീരാജു, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടുംബ സുരക്ഷാ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹമാണ് ഈ ഡേറ്റ് തീരുമാനിച്ചത്. ഇത് ശരിക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഏകോപന സമിതി പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പരിപാടികളിൽ ഇതിനു മുമ്പ് ഗോവ ഗവർണർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ധനകാര്യമന്ത്രി, കേരളത്തിന്റെ മുഴുവൻ മന്ത്രിമാരും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും വാലായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. പ്രത്യേകിച്ച് എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് പറയാനുള്ളത്, ഒരു സംസ്ഥാന ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഒരു ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണിത്. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഏത് ജില്ലയിൽ വന്നാലും സ്വീകരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആ ജില്ലയിലെ പൊതുസമൂഹത്തിന്റെ കടമയാണ്. മുഖ്യമന്ത്രിയാണ് ഒരു ജില്ലയിൽ വരുന്നതെങ്കിൽ അവിടെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അങ്ങനെ അവിടെ ഒരു ഹർത്താൽ ആചരിച്ചാൽ അത് ശരിയാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. എന്നതുപോലെ തന്നെയാണ് ഒരു ഗവർണർ ജില്ലയിലെത്തുമ്പോൾ അവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കുക. അല്ലാത്ത പക്ഷം കോടതിയിൽ പോവുക. അല്ലാതെ ഇത്തരത്തിൽ തെരുവിൽ നേരിടുന്ന സമീപനം തെറ്റാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട MLA MM മണിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഹർത്താല് ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്, പിൻവലിക്കണം. ഇത് പാവപ്പെട്ട വ്യാപാരികളെ സഹായിക്കുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ്. വ്യാപാരി മരണപ്പെട്ടാൽ, വ്യാപാരിക്ക് അപകടമുണ്ടായാൽ, വ്യാപാരിക്ക് രോഗമുണ്ടായാൽ, വ്യാപാര സ്ഥാപനത്തിന് തീപിടുത്തമോ പ്രളയമോ ഉണ്ടായാൽ ഇവയ്ക്കൊക്കെ 15 ലക്ഷം രൂപ വരെ കൊടുത്ത് സഹായിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ്. 10,000-കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, സംരംഭകർ കേരളം വിട്ടുപോകാൻ ഒരുങ്ങുമ്പോൾ, സംരംഭകരെ പിടിച്ചു നിർത്താനും അവരെ സംരക്ഷിക്കാനുമായി ഏകോപന സമിതി മുന്നോട്ട് വരുമ്പോൾ, ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും സഹായിക്കുന്ന പദ്ധതി എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സപ്പോർട്ട് വേണ്ടതാണ്. ഇത് ശരിക്കും സംസ്ഥാനത്തിനെയും കേന്ദ്രത്തിനെയും ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റെടുക്കുമ്പോൾ അത് ഒരു ഗവൺമെന്റിന് അനുകൂലമായ ഒരു പദ്ധതിയായി മനസ്സിലാക്കി അതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന പാർട്ടികളും ഒക്കെ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതെ, ശ്രീ രാജു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനായിട്ടാണ് ഗവർണർ എത്തുന്നത്. മാസങ്ങൾക്ക് മുൻപേ നിശ്ചയിച്ച പരിപാടിയാണ്. ഇവിടെ ഇടതുമുന്നണി ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായിട്ടാണ് ഇന്ന് ഹർത്താൽ ആചരിക്കുന്നതായി കാണുന്നത്. കാരണം ഈ ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ഒപ്പിട്ടില്ല എന്നുള്ളതിൽ ഉപരി സർക്കാരിന് ഗവർണർക്കെതിരെയുള്ള പോര് രൂക്ഷമാക്കുന്നതിന്റെ ഭാഗമായി ഈ ദിവസത്തെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അല്ല, അത് അവരുടെ രാഷ്ട്രീയം വേറെ, പാവപ്പെട്ട വ്യാപാരികളെ സഹായിക്കുന്ന പദ്ധതി വേറെ. അതിന് രണ്ടായി കാണണം. ഇത് സാധാരണക്കാരായ ചെറുകിട വ്യാപാരികളെ സഹായിക്കാനുള്ളത്. ഈ അടുത്ത സമയത്ത് ബിനു എന്ന വ്യാപാരി ഇടുക്കിയിൽ ആത്മഹത്യ ചെയ്തു. പാവപ്പെട്ട ഒരു വ്യാപാരി. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ടായില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായില്ല, ഏകോപന സമിതി ഉണ്ടായിരുന്നുള്ളൂ. എന്നതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യാപാരികൾക്ക് താങ്ങും തണലുമാകാനാണ് ഏകോപന സമിതി ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത്. ഇത്തരം പദ്ധതികൾ സംസ്ഥാനത്തിലെ മന്ത്രിമാർ മുഴുവൻ പങ്കെടുത്തിട്ടുള്ളതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ. അപ്പൊ അതേപോലെയാണ് ഞങ്ങൾ ഗവർണറെ ക്ഷണിച്ചത്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വിളിക്കാറില്ല. ഒന്നേ മന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ MPമാർ, MLAമാർ, അങ്ങനെ ജനപ്രതിനിധികളെയാണ് ഞങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഏകോപന സമിതി നേതാക്കളായിരിക്കും പങ്കെടുക്കുന്നത്. ഇപ്പൊ ഗവർണർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി പ്രതിനിധി അല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് അദ്ദേഹം. ഭരണഘടന അനുസരിച്ച് അദ്ദേഹത്തെ വിളിക്കുക എന്ന് വെച്ചാൽ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. അത് മനസ്സിലാക്കണം. അത് ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അത് എല്ലാവരുടെയും സഹായമാണ് ചെയ്യേണ്ടത്. അതിനകത്ത് രാഷ്ട്രീയം കുഴയ്ക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ രാജു, ഒരു കാര്യം കൂടി, ഇപ്പോൾ തന്നെ ചില പ്രകോപനപരമായ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ SFIയുടെ നേതൃത്വത്തിൽ. നിങ്ങൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ നിരീക്ഷണങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്ന് തന്നെ എടുത്തിട്ടുണ്ടല്ലോ.
പാസുകൾ ക്രമീകരിക്കുക, അതനുസരിച്ചുള്ള ആളുകളെ മാത്രം കയറ്റിവിടുക, ഇങ്ങനെയൊക്കെ ഇതൊക്കെ മറികടന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനമോ സംഘർഷമോ ഉണ്ടാക്കാൻ ഇന്നത്തെ ഹർത്താൽ അനുകൂലികൾ ഒരു നീക്കം നടത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആര് വിചാരിച്ചാലും ഞങ്ങളുടെ ഒരു കേഡർ പ്രസ്ഥാനമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു കേഡർ പ്രസ്ഥാനമാണ്. ഈ കേഡർ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഇതിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുകയും അതിൽ വേണ്ടപ്പെട്ട ആളുകളെ മാത്രം ഇന്നലെ തന്നെ ഇവിടെ രാത്രി തന്നെ താമസിപ്പിക്കുകയും വളരെ നിരീക്ഷണത്തിലും എല്ലാവരും ഇതിനകത്ത് വളരെ ഒരു പോലീസിന്റെ കൂർമ്മ ബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള അലംഭാവവും ആര് വിചാരിച്ചാലും ഞങ്ങളുടെ നടപ്പാക്കാൻ പറ്റില്ല. അത്ര കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കുമ്പോഴും വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ജനപ്രതിനിധികളെ പങ്കെടുപ്പിക്കുമ്പോഴും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ മുഖവിലേക്ക് എടുക്കാറില്ല. ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും ഒന്നും ദുർബലപ്പെടുത്തുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്തില്ല. ഞങ്ങൾ രാജ്യത്തെ ദേശീയ ഭാരത സർക്കാരിനെയാണെങ്കിലും സംസ്ഥാന സർക്കാരിനെ ഞങ്ങൾ ശക്തിപ്പെടുത്തുന്ന സമീപനം ഏകോപന സമിതിയുടെ ഭാഗത്തുള്ള ഈ രാജ്യത്തെ നിയമം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്താണ് നാം വസിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കണം. ഗവർണർ വരുന്ന പരിപാടിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ അവർ മുന്നോട്ട് വരരുത്. അത് ബഹുമാനപ്പെട്ട MLA എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ പരിപാടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന്. അത് ഞങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഭടന്മാർ വളരെ ധീരന്മാരാണ്, വളരെ ശക്തന്മാരാണ്. അവരെല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നവരാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് ആർക്കും കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ രാജു അപ്സര പ്രതികരിച്ചതിന്.